ഹോമിലെ ഇമേജ് 10ലുള്ള ബാനർ എസ്വിജി എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ മാതൃക പോലെ ചിത്രം പൂർത്തിയാക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന മാതൃക പോലെ ഒരു ചിത്രം നിർമ്മിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ബാനർ തുറക്കേണ്ടതുണ്ട്. ഹോമിലെ ഇമേജ് 10ലുള്ള ബാനർ .svg എന്ന ഫയലാണ് തുറക്കേണ്ടത്. അത് ഇങ്ക്സ്കേപ്പിൽ ആദ്യം തുറക്കണം. ഇങ്ക്സ്കേപ്പിൽ ആ ഫയൽ തുറക്കുകയാണ്. അതിനുവേണ്ടി ഹോം എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുള്ളിലെ ഇമേജ് 10 എന്ന ഫോൾഡർ ഇതാണ്. ഇമേജ് 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ബാനർ svg എന്ന ഫയൽ ഇവിടെ കാണാം. അത് ഇങ്ക്സ്കേപ്പിൽ തുറക്കണം. ഇങ്ക്സ്കേപ്പിൽ തുറക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഇങ്ക്സ്കേപ്പ് എന്ന ക്രമത്തിൽ തുറക്കണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും തുറന്നു വരിക. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ഇങ്ക്സ്കേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ബാനർ തുറന്നു വന്നു. ഇനി ചോദ്യത്തിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ ഓരോന്നായി ചെയ്യുക. ആദ്യത്തേത് ഹോമിലെ ഇമേജസ് 10ൽ നിന്നും pulses.png എന്ന ചിത്രം ബാനറിലേക്ക് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്തുവാൻ എപ്പോഴും ഇമ്പോർട്ട് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഓപ്പൺ എന്നതിലല്ല. അതുകൊണ്ട് ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം സെലക്ട് ചെയ്യുന്നു. ഇതിലെ ഇമേജ് 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ pulses.png എന്ന ചിത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. pulses.png ഇതാണ്. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലിവിടെ എംബഡ് എന്നതാണോ സെലക്ഷൻ എന്ന് പരിശോധിക്കുക. അതിനുശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പൾസസ് എന്ന ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു. അതിനെ വേണ്ട തരത്തിൽ ക്രമീകരിച്ചു വെക്കുക. ഇനി അടുത്ത പ്രവർത്തനം പരിശോധിക്കുക. ബാനറിൽ 2016 എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. 2016 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഫോണ്ട് ബോൾഡ് ആക്കുന്നു. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ വലിപ്പം വേണ്ട തരത്തിൽ ക്രമീകരിക്കുന്നു. ഇനി ഇതിനെ ബാനറിലേക്ക് കൊണ്ടുവരുന്നു. 2016 എന്ന ടെക്സ്റ്റിന് ഫിൽ കളറും സ്ട്രോക്ക് കളറും നൽകുക. രണ്ടും ഒരേ നിറമായിരിക്കണം. ഇവിടെ 2016 എന്ന ടെക്സ്റ്റ് പരിശോധിക്കാം. ഫില്ലും സ്ട്രോക്കും ഒരേ കളർ ഉപയോഗിച്ച് നൽകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ടും പരിശോധിക്കാം. ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഫിൽ എന്ന ടാബാണ് ആക്റ്റീവായിട്ട് കാണുന്നത്. ഇനി ഇതിൽ സ്ട്രോക്ക് സ്റ്റൈൽ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിഡ്ത്ത് 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. സ്ട്രോക്ക് സ്റ്റൈലിന്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടിക്കൊടുത്തു. അടുത്തതായി ചെയ്യുവാനുള്ളത് വീണ്ടും ക്വസ്റ്റ്യൻ പരിശോധിക്കാം. 2016 എന്ന ടെക്സ്റ്റിന്റെ പകർപ്പെടുത്ത് വെള്ള നിറം നൽകി ടെക്സ്റ്റിന് മുകളിൽ ക്രമീകരിക്കുക. 2016 എന്നതിന്റെ പകർപ്പെടുക്കണം. അതിനായിട്ട് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം 2016 സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്ത് പകർപ്പെടുക്കുന്നു. ഇനി പകർപ്പിന്റെ നിറം വെള്ളയാക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പകർപ്പിന്റെ നിറം വെള്ളയാക്കാൻ വേണ്ടി ഇവിടെ കളർ പാലറ്റിൽ നിന്ന് വെള്ളയാക്കുന്നു. ഇനി ഇതിന്റെ സ്ട്രോക്ക് ഒഴിവാക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പരിശോധിക്കാം. 2016 എന്ന ടെക്സ്റ്റിന്റെ പകർപ്പിന് സ്ട്രോക്ക് കളർ ഒഴിവാക്കി ബ്ലർ നൽകുക. സ്ട്രോക്ക് കളർ ഒഴിവാക്കാൻ വേണ്ടി സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻടു മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നോ പെയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിന്റെ സ്ട്രോക്ക് ഒഴിവാക്കി. ഇനി അതിന് ബ്ലർ ഇഫക്റ്റ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ബ്ലർ എമൗണ്ട് കൂട്ടിക്കൊടുക്കുന്നു. തുടർന്ന് ചെയ്യുവാനുള്ളത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് എന്ന ടെക്സ്റ്റിന്റെ പകർപ്പെടുത്ത് വെളുത്ത നിറം നൽകി ടെക്സ്റ്റിന് താഴെ ക്രമീകരിക്കണം. അതിനുവേണ്ടി ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് എന്നത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ എടുത്തതിന് ശേഷം ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു.
ഇവിടെ 2 ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്തത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടി പകർപ്പെടുക്കണം. അതിനുവേണ്ടി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് വെള്ള നിറം കൊടുക്കണം. വെള്ള നിറം കൊടുക്കാൻ വേണ്ടി ഇവിടെ കളർ പാലറ്റിൽ നിന്ന് വെള്ള നിറം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ വെള്ള നിറം കൊടുത്ത അക്ഷരങ്ങളെ പിന്നിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ലോവർ ടു ബോട്ടം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റുന്നു. ഇനി ആരോ കീ ഉപയോഗിച്ച് മുകളിലേക്കും മാറ്റുന്നു. പ്രത്യേക ഇഫക്റ്റ് കിട്ടുവാൻ വേണ്ടി അതിനെ ഒരു സൈഡിലേക്കും മുകളിലേക്കും മാറ്റി. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യണം. രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ആസ് ഉപയോഗിച്ച് സേവ് ചെയ്യണം. അതിന് ഇവിടെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ആസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, രജിസ്റ്റർ നമ്പരും ചോദ്യ നമ്പരും ടൈപ്പ് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക, SVG എന്നതാണ് എക്സ്റ്റൻഷൻ. ഇവിടെ ഇപ്പോൾ image10 എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട്. മാറ്റുവാൻ വേണ്ടി ഹോം സെലക്ട് ചെയ്യുന്നു, exam10 എന്നത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.